ഗുഡ് മോർണിംഗ്. നമ്മൾ ആനുവൽ വാല്യൂ കാൽക്കുലേഷൻ അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൻ്റെ തിയറീസ് പറഞ്ഞിട്ടുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെയാണ് അതിൻ്റെ ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് നമുക്ക് ആ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് എന്നുള്ളതിൽ കുറഞ്ഞ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒന്നും കൂടി ചെയ്യാണ്. മുനിസിപ്പൽ വാല്യൂ വെച്ചിട്ട് അതുപോലെ തന്നെ ആക്ച്വൽ റെൻ്റൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്യാറുണ്ട്. ഫെയർ റെൻറ്റ്, ആക്ച്വൽ റെൻറ്റ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് റെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒന്ന് ചെയ്യാറുണ്ട്. അത് എങ്ങനെ ഒന്നും കൂടെ നമ്മൾ ചെയ്യുകയാണ്. ഇവിടെ ഒരു 130,000, ദെൻ 125,000 ഫെയർ റെൻറ്റ്. ഫെയർ റെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സിറ്റിയിൽ അത് സിറ്റിയിൽ സെയിം പിന്നെ ബിൽഡിങ്ങുകൾക്ക് കൊടുക്കുന്ന റെൻ്റാണ് ഫെയർ റെൻറ്റ്. സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 120. ദെൻ ആക്ച്വൽ റെൻറ്റ് ഒരു 12,000 ഓർ 10,000 പെർ മന്ത്, 15,000 പെർ മന്ത്. ഇതാണെന്ന് വിചാരിക്കുക, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ഹൈ എടുക്കും. ഇവിടെ ആക്ച്വൽ റെൻറ്റ് മാത്രം നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. 15,000 പെർ മന്ത് ആണെങ്കിൽ എത്ര ഉണ്ടാവും? 15,000 ഇൻറ്റു 12 ഇൻറ്റു 150, 180,000 ഉണ്ടാവും അല്ലേ? 180 ഇതാണ് വരും 180,000. ഈ 180,000 നമ്മൾ നേരത്തെ തിയറി അപ്ലൈ ചെയ്യും. ആദ്യം നമ്മൾ മുനിസിപ്പൽ റെൻറ്റും ആക്ച്വൽ റെൻറ്റും ഫെയർ റെൻറ്റും കൂടെ കമ്പയർ ചെയ്യും. അത് 130,000 മുനിസിപ്പൽ റെൻറ്റ്, 125,000. ഇനി അടുത്തത് നെക്സ്റ്റ് വരുന്നത് നമ്മളിതിൽ ഹയർ എടുക്കും അല്ലേ? ഹയർ എടുക്കും. അത് 130,000. ദെൻ നമ്മൾ ഈ ഹയറുമായിട്ട് സ്റ്റാൻഡേർഡ് റെൻറ്റ് കമ്പയർ ചെയ്യും. സ്റ്റാൻഡേർഡ് റെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് റെൻറ്റ് 120,000. ഇതിൽ നമ്മൾ ലോവർ എടുക്കും. ഇതിന് നമ്മൾ വിളിക്കുന്നത്, ലോവർ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഇതിനെ വിളിക്കുക എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്നാണ് വിളിക്കുക. എക്സ്പെക്റ്റഡ് റെൻറ്റ് 120,000. നമ്മൾ എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് ഇവിടെ 180 ആണ്, 180,000. അപ്പോൾ ഇതിൽ നമ്മൾ ഹയർ എടുക്കും. ഈ ഹയറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്രോസ് ആനുവൽ വാല്യൂ GAV. കഴിഞ്ഞു. ഇത്രയാണ് നമ്മളെ ഒരു കാൽക്കുലേഷൻ വരിക, ഗ്രോസ് ആനുവൽ വാല്യൂ വരെയുള്ള. ഓക്കെ, ഇനി നമ്മൾ സിറ്റുവേഷൻസ് മാറ്റാണ്. ഇവിടെ നമ്മൾ താഴെ ഒരു കാര്യം കൂടെ എഴുതുന്നു. ഹൗസ് റിമെയിൻഡ് വാക്കൻസി. വാക്കൻസി ഫോർ 2 months എന്ന് കൊടുക്കണം. ഹൗസ് റിമെയിൻഡ് വാക്കൻറ്റ് ഫോർ 2 months. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ കൊടുക്കുന്നു. മുനിസിപ്പൽ ടാക്സ് കൊടുക്കുന്നു. ദെൻ കാൽക്കുലേറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ നേരത്തെ കാൽക്കുലേഷൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുന്നു. മുനിസിപ്പൽ വാല്യൂഷൻ 130, ഫെയർ റെൻറ്റ് 125, സ്റ്റാൻഡേർഡ് റെൻറ്റ് 120, ആക്ച്വൽ റെൻറ്റ് 15,000 പെർ മന്ത്, വാക്കൻസി 2 months, മുനിസിപ്പൽ ടാക്സ് എമൗണ്ട് നമുക്ക് മുനിസിപ്പൽ വാല്യൂഷൻ ഉള്ളത് ഒരു 20,000 കൊടുക്കാം. ഇപ്പോൾ മുനിസിപ്പൽ ടാക്സ് നമ്മൾ സാധാരണ ചിലപ്പോൾ പേഴ്സൻറ്റേജിലൊക്കെ തരും കേട്ടോ. അപ്പോൾ പേഴ്സൻറ്റേജ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ മുനിസിപ്പൽ വാല്യൂഷൻ്റെ പേഴ്സൻറ്റേജാണ് നമ്മൾ എടുക്കേണ്ടത്, എത്ര പേഴ്സൻറ്റേജ് തന്നാലും. ഓക്കെ, ഇവിടെ മുനിസിപ്പൽ ടാക്സ് ഞാനൊരു 20,000 എടുക്കുന്നു. 20,000. ഓക്കെ, മുനിസിപ്പൽ ടാക്സ് 20,000. കാൽക്കുലേറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഇനി ഈ ചെയ്യേണ്ടത്, ഇവിടെ വാക്കൻസി എന്ന് പറയുന്ന ഒരു ഐറ്റം വന്നു അല്ലേ? വാക്കൻസി വന്നാൽ പിന്നെ നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണ് നമ്മൾ പറഞ്ഞത്? വാക്കൻ്റ് ആണെങ്കിൽ 2 റൂളാണ്. ഇഫ് ദ ഹൗസ് ഈസ് വാക്കൻറ്റ് ഫോർ ദ എൻറ്റയർ ഇയർ ഓർ ദ ഹോൾ ഇയർ, the annual value will be nil, or if the house remained vacant for part of the year, annual value will be ഒരു ഈസി പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? ആക്ച്വൽ റെൻറ്റ് റെസീവബിൾ. എത്രയാണോ റെൻറ്റ് കിട്ടേണ്ടത് അത്രയാണ് ആനുവൽ വാല്യൂ. അപ്പോൾ ഇവിടെ ആക്ച്വൽ റെൻറ്റ് റെസീവബിൾ എത്രയാണ്? അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം ആനുവൽ വാല്യൂ ആക്ച്വൽ റെൻറ്റ് റെസീവബിൾ ആണ് അല്ലേ? പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ആദ്യം എക്സ്പെക്റ്റഡ് റെൻറ്റ് നമ്മളിവിടെ കണ്ടുവെക്കുക. ഇവിടെ എക്സ്പെക്റ്റഡ് റെൻറ്റ് എത്ര വരെ? ഈ കണ്ടീഷൻസ് ഒന്നും മാറുന്നില്ല. നമ്മളെ എക്സ്പെക്റ്റഡ് റെൻറ്റ് 120 തന്നെ. ഈ 120 നമ്മളിവിടെ കണ്ടുവെക്കുന്നു. എക്സ്പെക്റ്റഡ് റെൻറ്റ് ER 120. 120,000. ഇനി GAV എന്താ നമുക്കറിയാം. GAV എന്താണ്?
എന്ത് വന്നാലും ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ ആണ്. ആസ് ദ ഹൗസ് റിമെയിൻഡ് വാക്കൻറ്റ് GAV ഈസ് ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ. GAV ഈസ് ഈക്വൽ ടു ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ. എത്രയാണ് ഇവിടെ ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ എന്ന് പറഞ്ഞ്? വാക്കൻസി ഫോർ 2 months. ദ ഹൗസ് റിമെയിൻഡ് വാക്കൻറ്റ് ഫോർ 2 months, റൈറ്റ്? സോ ദ ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ മാക്സിമം കിട്ടാൻ പോകുന്ന റെൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 10 മാസത്തേക്കാണ്. 2 മാസം വേക്കൻ്റായി കിടക്കുകയാണ്. ഒരാൾ വാടകക്കൊന്നും ആരും നിന്നില്ലെങ്കിൽ നമുക്ക് റെൻറ്റ് കിട്ടില്ല, ഷുവറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ ഫോർ 10 months അതെത്രയുണ്ടാവും? 150,000. 150,000 ആണ് നമ്മുടെ GAV. ഓക്കെ, GAV 150,000. ഇനി നമുക്ക് GAV കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണാനാണ് നമ്മളോട് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻസ് വേണം. നമ്മൾ നേരത്തെ ഒരു ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഫോർമാറ്റ് എന്താണ്? നമ്മൾ ആദ്യം GAV കാണുന്നു. GAV ഈസ് ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കുറക്കാം? ലെസ് മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ ടാക്സ് എത്രയാണ്? മുനിസിപ്പൽ ടാക്സ് കൊടുത്ത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പൽ ടാക്സ് 20,000. ഇതാ ഇവിടെ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 20,000 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 20,000 നമുക്കിവിടെ കുറക്കാം. 20,000. ദെൻ അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടോ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ കുറക്കാൻ പറ്റുമായിരുന്നു. അൺറിയലൈസ്ഡ് റെൻ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ മുനിസിപ്പൽ ടാക്സ് കുറച്ചു. ഇന്ന് കിട്ടുന്ന മുനിസിപ്പൽ ടാക്സ് കുറച്ചാൽ കിട്ടുന്നത് നമ്മൾ പറയുന്ന പേര് ആനുവൽ വാല്യൂ എന്ന് പറയുക. AV 130,000. 130,000. ഇനി ആനുവൽ വാല്യൂയിൽ നിന്ന് നമുക്ക് ഫർദർ ഡിഡക്ഷൻസ് ഉണ്ട് അണ്ടർ സെക്ഷൻ 24. അതിൽ ആദ്യത്തെ വരുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് 30%, അല്ലേ? 30% ഓഫ് ദി ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂവിൻ്റെ 30% നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ട്. അത് എത്ര ഉണ്ടാവുക? ഇപ്പോൾ 30% 29,000 ഉണ്ടാവും. 130 ആകുമ്പോൾ 13, 29,000 നമുക്ക് ഡിഡക്ഷൻസ് കിട്ടും. പിന്നെ നമുക്ക് വേറെയും ഡിഡക്ഷൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞ ഡിഡക്ഷൻ കിട്ടും. ഇത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എന്താണ്? നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതിനെയാണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുക. $130,000 നിന്ന് നമുക്ക് 29,000 കുറക്കാം. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,01,000. ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദിസ് ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതാണ് ഒരു പ്രോബ്ലം. ഇനി നമുക്ക് അടുത്തത് ഒരു കണ്ടീഷനും കൂടെ ഞാൻ മാറ്റുന്നു. ഇവിടെ മുനിസിപ്പൽ ടാക്സ് ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വാക്കൻസി തന്നിട്ടുണ്ട്. ഇനി ഈ വാക്കൻസിക്ക് പകരം അൺറിയലൈസ്ഡ് റെൻ്റാണ് തന്നതെന്ന് വിചാരിക്കാം. അൺറിയലൈസ്ഡ് റെൻ്റ് വാക്കൻസി എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാടക കൊടുക്കാതിരുന്നതാണ്, അല്ലെങ്കിൽ വാടക കൊടുക്കാൻ ആൾ വന്നില്ല, അങ്ങനെ വേക്കൻ്റ് ആയി കിടന്ന. അൺറിയലൈസ്ഡ് റെൻ്റ് എന്താണ്? ഫുൾ മാസവും അല്ലെങ്കിൽ എല്ലാ മാസവും റെൻറ്റിന് ആളുണ്ട്, എടുത്തിട്ടുണ്ട്, പക്ഷേ അയാൾ അല്ലെങ്കിൽ വാടക എടുത്ത വ്യക്തി പണം തന്നില്ല, റെൻറ്റ് തന്നില്ല, അങ്ങനത്തെ കേസ് വരും. അങ്ങനെയാണെങ്കിൽ അൺറിയലൈസ്ഡ് റെൻ്റ് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുന്നു. ഒരു അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 15,000 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 15,000. 15,000 രൂപ തന്നില്ല. ഈ കണ്ടീഷനിൽ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ ഇവിടെ നമുക്ക് വാക്കൻസി ഇല്ല. നമ്മൾ വീണ്ടും ഹൈ ലോ ഹൈ എന്ന് പറയുന്ന തിയറി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം, GAV കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം മുനിസിപ്പൽ വാല്യുവേഷൻ, ഫെയർ റെൻറ്റ്, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നു. 130,000, 125,000, ഹയർ എടുക്കുന്നു 130, കമ്പയർ ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കമ്പയർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് റെൻറ്റ് ഈസ് ഈക്വൽ ടു 120,000. ഇതിൽ ലോവർ എടുക്കുന്നു. പിന്നെ നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റ് എന്ന് പറയും. എക്സ്പെക്റ്റഡ് റെൻ്റ് എന്ന് പറയും 120 ആണ്. ഇനി നമ്മൾ ആക്ച്വൽ റെൻ്റായിട്ട് എക്സ്പെക്റ്റഡ് റെൻറ്റിനെ കമ്പയർ ചെയ്യുന്നു. ആക്ച്വൽ റെൻ്റ് എത്രയാണ്? 180,000 തന്നെ. അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആക്ച്വൽ റെൻ്റ് റിസീവബിൾ എന്ന് പറയുന്നത് എത്ര? 180 തന്നെയാണ്. നേരത്തെ നമ്മൾ പിന്നെ വാക്കൻസിയുടെ കേസിൽ 180 എടുത്തിട്ടില്ല, എത്രയാണ് കുറച്ചിട്ട് എടുത്തത്. ആക്ച്വൽ റെൻ്റ് റിസീവബിൾ വാക്കൻ്റ് ആയി കിടക്കുമ്പോൾ എന്താണ്? ആക്ച്വൽ റെൻ്റ് ഇത് ഫുള്ള് കിട്ടില്ല, അതിന് വാക്കൻ്റ് ആയി കിടന്നത് കിട്ടില്ല. ഇവിടെ എന്താണ് ആക്ച്വൽ റെൻ്റ് എന്ന് പറഞ്ഞാൽ 15,000 × 12 ആണ്. കാരണം അയാൾ 12 മാസം നിന്നിട്ടുണ്ട്, അയാൾ തന്നിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം.
അപ്പോൾ നമ്മളിവിടെ ആക്ച്വൽ റെൻ്റ് എടുക്കുമ്പോൾ 180 തന്നെ എടുക്കും. 180,000 12 മാസത്തേക്കുള്ളത്. ഇതിൽ ഹയർ 180,000. ഇതാണ് GAV എന്ന് പറയുന്നത്. GAV. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഡിഡക്ഷൻ കുറക്കും. GAV 180,000 ലെസ് മുനിസിപ്പൽ ടാക്സ്. എത്രയാണ് മുനിസിപ്പൽ ടാക്സ് വരുന്നത്? മുനിസിപ്പൽ ടാക്സ് നമ്മൾ 20,000 എന്ന് പറഞ്ഞു അല്ലേ? 20,000 ഒന്ന് താഴേക്ക് എഴുതുന്നു. ദെൻ മുനിസിപ്പൽ ടാക്സ് കുറക്കാനുള്ളതാണ്. $20,000 ആണ് മുനിസിപ്പൽ ടാക്സ്. ഇത് കുറക്കണം. ദെൻ അടുത്തത് ഒന്നും കൂടെ നമ്മൾ ഒരു ഐറ്റം കൂടെ ഇവിടെ കുറക്കാറുണ്ട്. അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ അൺറിയലൈസ്ഡ് റെൻറ്റും ഇവിടെയാണ് കുറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അൺറിയലൈസ്ഡ് റെൻറ്റും കൂടെ ഇവിടെ നമുക്ക് കുറക്കാം. അൺറിയലൈസ്ഡ് റെൻറ്റ് എത്രയുള്ളത്? നമുക്ക് 15,000 കിട്ടിയിട്ടില്ല. അതും കൂടെ നമ്മളിവിടെ കുറക്കും. 15,000 കുറക്കും. ഓക്കെ. അപ്പോൾ ഇത് കുറച്ചാൽ നമുക്ക് ഏകദേശം 35,000 കുറയും അല്ലേ? 180, 150, 145,000. 145,000 ആണ് ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂ ഈസ് 145,000. 145,000 നിന്ന് നമുക്ക് കുറക്കാനുള്ളത് ഡിഡക്ഷൻസ് ഉണ്ട്. അണ്ടർ സെക്ഷൻ 24 ഡിഡക്ഷൻ എന്ന് പറയുന്നത് 30% ഓഫ് ആനുവൽ വാല്യൂ. അപ്പോൾ അവിടെ 145,000 ആണ്. അതിൻ്റെ 30% ആണ് ആനുവൽ വാല്യൂ നമുക്ക് കുറക്കാനുള്ളത്. അത് കുറക്കുമ്പോൾ ഒരു 145 ഇൻറ്റു 30% എന്ന് പറയുമ്പോൾ 145 ഇൻറ്റു 3 14,500 ഇൻറ്റു 3 43,500 43,500 വരും അല്ലേ? 29,000 ഇൻറ്റു 10 പ്ലസ് 10 39 അതെ 43,500. 43,500 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരിക. ഇനി 43,500 ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 101,500 ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഞാൻ ഒരു കണ്ടീഷനും കൂടെ ഇവിടെ മാറ്റാണ്. മൂന്നാമത്തെ കണ്ടീഷൻ മാറ്റുന്നത് അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ വേക്കൻസി ഉണ്ട്. വീട് വേക്കൻ്റായി കിടന്നു, അവിടെ അൺറിയലൈസ്ഡ് റെൻറ്റും കൂടെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വേക്കൻസി എന്നല്ല ക്വസ്റ്റ്യൻ തരാം. ഹൗസ് റിമെയിൻ വേക്കൻറ്റ് ഫോർ 2 months എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അതുപോലെ തന്നെ ദ ടെനൻറ്റ് ഡിഡ് നോട്ട് ഗിവ് 1 month റെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും തരും. അപ്പോൾ അത് അൺറിയലൈസ്ഡ് റെൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേക്കൻസി ഫോർ 2 months. വേക്കൻസി ഫോർ 2 months. അൺറിയലൈസ്ഡ് റെൻറ്റ് ഞാനൊരു 30,000 ആക്കും. എൻ്റെ കാൽക്കുലേഷൻ പർപ്പസിന് 20,000. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ വേക്കൻസി ഉണ്ട്. അപ്പോൾ വേക്കൻസി ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ GAV കാണണം. GAV ഹൈലോ ഹൈലല്ല കാണുക. വേക്കൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതും എക്സ്പെക്റ്റഡ് റെൻ്റ് എത്രയാണെന്ന് എഴുതി വെക്കും. ജസ്റ്റ് എക്സ്പെക്റ്റഡ് റെൻ്റ് ഇതുപോലെ കണ്ടുവെക്കും. പക്ഷേ നമ്മൾ GAV എടുക്കേണ്ടത് ഏതാണ്? ആക്ച്വൽ റെൻ്റ് റെസീവബിൾ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ER എന്ന് പറഞ്ഞാൽ എത്രയാണ്? ER 120 തന്നെ അല്ലേ? 120,000. ദെൻ ഇനി അടുത്തത് ആക്ച്വൽ റെൻ്റ് റെസീവബിൾ ആണ്. ആസ് ദർ ഇസ് വേക്കൻസി AR ഈസ് GAV. GAV ഈസ് ഈക്വൽ ടു AR, ആക്ച്വൽ റെൻ്റ് റെസീവബിൾ. ഇവിടെ എത്ര ആക്ച്വൽ റെൻ്റ് റെസീവബിൾ എന്ന് പറഞ്ഞാൽ 15,000 പെർ മന്ത് ആണ് പറഞ്ഞത് അല്ലേ? 15,000 പെർ മന്ത് ആണ്. പക്ഷേ വേക്കൻസി ഉണ്ട്, 2 മാസം വേക്കൻസി ഉണ്ട്. 2 മാസം വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് 15,000 ഇൻറ്റു 10 കിട്ടുള്ളൂ. 2 മാസം വേക്കൻ്റായി കിടക്കല്ലേ? അപ്പോൾ 15,000 ഇൻറ്റു 10 150,000. ഞാൻ ഇവിടെ എഴുതുന്നു GAV 150,000. ദെൻ ലെസ് മുനിസിപ്പൽ ടാക്സ് 20,000. നമുക്ക് മുനിസിപ്പൽ ടാക്സ് കുറക്കാണ്ട് ഇവിടെ 20,000. ഞാൻ മുനിസിപ്പൽ ടാക്സ് എഴുതിയില്ല, ഇവിടെ എഴുതുന്നു മുനിസിപ്പൽ ടാക്സ് 20,000. മുനിസിപ്പൽ ടാക്സ് 20,000. ഈ 20,000 മുനിസിപ്പൽ ടാക്സ് കുറച്ചു. ഇനി അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ട്. അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മുനിസിപ്പൽ ടാക്സിൻ്റെ കൂടെ തന്നെ അതും കുറക്കാറുണ്ട്.
ഇപ്പോൾ അൺറിയലൈസ്ഡ് റെൻറ്റ് ഇവിടെ എത്രയാണ് നമുക്ക് തന്നത്? അൺറിയലൈസ്ഡ് റെൻറ്റ് 20,000. 20,000 രൂപ അദ്ദേഹം തന്നിട്ടില്ല. അൺറിയലൈസ്ഡ് റെൻറ്റിന് പിന്നെ റൂൾ 4 ബാധകമാണെന്നുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്ത് വെക്കുക. സെക്ഷൻ റൂൾ 4 ഈസ് സാറ്റിസ്ഫൈഡ് എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റിന് തരും, അല്ലെങ്കിൽ നോട്ട് സാറ്റിസ്ഫൈഡ് എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ അൺറിയലൈസ്ഡ് റെൻറ്റ് നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. റൂൾ 4 സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അൺറിയലൈസ്ഡ് റെൻറ്റിന് നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 20,000 അതും കുറക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ 150 ആണ് GAV ആസ് ദ ഹൗസ് റിമെയിൻ വാക്കൻറ്റ്. GAV ഈസ് ഈക്വൽ ടു ആക്ച്വൽ റെൻറ്റ് റെസീവബിൾ. ആക്ച്വൽ റെൻറ്റ് റെസീവബിൾ എന്ന് പറഞ്ഞാൽ 15,000 ഇൻറ്റു 10. പിന്നെ 2 മാസം എന്താണ് നമുക്ക് പിന്നെ വാക്കൻ്റ് ആണ്. 15 ഇൻറ്റു 10 ആണ് 150,000 കിട്ടിയത്. ദിസ് ഇസ് 15,000 ഇൻറ്റു 10. ഓക്കെ, 15,000 ഇൻറ്റു 10 ആണ്. ദെൻ മുനിസിപ്പൽ ടാക്സ് 20,000, അൺറിയലൈസ്ഡ് റെൻറ്റ് 20,000. നമുക്ക് 110,000 ആണ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. 110,000. നൗ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഇവിടെ നമുക്ക് മാറും. സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ 110,000-ൻ്റെ 30% ആണ് സ്റ്റാൻഡേർഡ് റെൻറ്റ് വരിക. ഓക്കെ, അപ്പോൾ 1,10,000-ൻ്റെ 30%, ആനുവൽ വാല്യൂൻ്റെ 30% അല്ലേ. അപ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? ഒരു 30% എന്ന് പറയുമ്പോൾ 33,000 ഉണ്ടാവും അല്ലേ. 33,000 ആണ് നമുക്ക് കുറക്കാനുണ്ടാകുക സ്റ്റാൻഡേർഡ് റെൻറ്റ്. അപ്പോൾ 110,000 33,000 കുറച്ചിട്ടുള്ളതാണ് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, 110,000 മൈനസ് 33,000, അപ്പം ഈ 77,000 ഉണ്ടാവും അല്ലേ. 77,000. അപ്പോൾ വളരെ ഈസിയാണ് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണും കൂടെ വരുന്ന ചില പ്രോബ്ലംസൊക്കെ ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.